ഹായ് ഡിയേഴ്സ്, എല്ലാവർക്കും സുഖമാണല്ലോ. ഇന്നത്തെ നമ്മുടെ റെസിപ്പി നല്ല അടിപൊളി ടേസ്റ്റുള്ള വെണ്ടയ്ക്ക വറുത്തതാണേ. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് ചെയ്യണേ. പിന്നെ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ആ ബെല്ലൈക്കൺ അമർത്തി ഓൾ എന്ന ഓപ്ഷൻ കൂടി ഒന്ന് കൊടുക്കണേ. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഒരു 300 ഗ്രാം വെണ്ട എടുത്തിട്ടുണ്ട്. നല്ല ഇളയ വെണ്ടയാണ് ഇത്. ഞാൻ നന്നായി കഴുകി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അതൊന്ന് തുടച്ചെടുക്കണം. ആ കഴുകിയ പുറത്തുള്ള വെള്ളമൊക്കെ ഒന്ന് ശരിക്കും ഒരു കോട്ടൺ തുണി കൊണ്ട് തുടച്ച് നല്ല വൃത്തിയാക്കി വെക്കുക. എന്നതിന് ശേഷമാണ് നമ്മളിത് കട്ട് ചെയ്തെടുക്കുന്നത്. അപ്പോൾ നമ്മൾ വെണ്ട ഈ ഒരു വലിപ്പത്തിലാണ് കട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇതേപോലെ തന്നെ കഴുകി തുടച്ച് കട്ട് ചെയ്താൽ ഇതേ വലിപ്പത്തിൽ എല്ലാ വെണ്ടയും ഞാൻ അതാ കട്ട് ചെയ്തെടുത്തു. ഇനി നമുക്ക് അതിലേക്ക് ഒരു മസാലക്കൂട്ട് ഉണ്ടാക്കാൻ വേറൊരു ബൗളിലേക്ക് കട്ട് ചെയ്ത പകുതി വെണ്ട മാറ്റി കൊടുത്തു. ഇനി നമ്മൾ അതിലേക്ക് 1/4 സ്പൂണ് മുളക് പൊടി, ഒരു 1/2 സ്പൂൺ അളവിൽ മല്ലിപ്പൊടി, 1/4 സ്പൂണ് ഗരം മസാല, പിന്നെ ഒരു 1/4 സ്പൂണ് കുരുമുളക് പൊടി, 1/4 സ്പൂണ് മഞ്ഞൾപ്പൊടി, അല്പം കായത്തിൻ്റെ പൊടിയും 1/2 ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് ചതച്ചതും ചേർക്കാം. പിന്നെ 1 ടേബിൾ സ്പൂൺ അരിപ്പൊടി, അത്ര തന്നെ കോൺഫ്ലവർ. അപ്പോൾ ഇത്ര ഉണ്ടെങ്കിൽ നല്ല കോട്ടിങ് കിട്ടും. ഇനി ആവശ്യത്തിന് ഉപ്പും ഒരു 2 സ്പൂണ് പുളിവെള്ളം ലൈറ്റായിട്ട് അതും കൂടി ചേർത്ത് കൊടുക്കുക. പുളിവെള്ളം ഇല്ലെങ്കിൽ നാരങ്ങ നീര് കൊടുത്താലും മതി. വെണ്ട ആയതുകൊണ്ട് തന്നെ പുളിവെള്ളം ചേർത്താൽ നല്ലൊരു ഇതായിരിക്കും. അപ്പോൾ നമ്മളിതേപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. 1 സ്പൂണ് വെള്ളം മാത്രം കൂടി ഒഴിച്ചതിന് ശേഷം ഇത് മിക്സ് ചെയ്തെടുക്കുക. ഒരുപാട് ലൂസായി കഴിഞ്ഞാൽ ആ കോട്ടിംഗ് ഒന്നും അതിലേക്ക് പിടിക്കില്ല. പിന്നെ വെണ്ട ആയതുകൊണ്ട് തന്നെ അതിൻ്റെ പുറം ഭാഗത്തൊന്നും അങ്ങനെ നമുക്ക് കോട്ടിംഗ് പിടിക്കില്ല. അതിൻ്റെ ഉള്ളിൽ ആ കട്ട് ചെയ്ത 2 വശമാണ് ശരിക്കും പിടിച്ച് കിട്ടും. ഒരു ചീനച്ചട്ടിയിൽ ഓയിൽ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ചൂടായതിന് ശേഷം ഒന്ന് ഫ്ലെയിം കുറച്ചിട്ട് ഈ വെണ്ട ഇതേപോലെ ഓരോന്നായിട്ട് നമ്മൾക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മൾ 65 ഒക്കെ ഉണ്ടാക്കുന്ന മാതിരി തന്നെയാണ്. നല്ല അടിപൊളി ടേസ്റ്റ് ആയിരിക്കും. നമ്മൾ കാണുമ്പോൾ ഇതിൻ്റെ പുറം ഭാഗം കോട്ടായില്ല തോന്നുകയാണെങ്കിലും അതിൻ്റെ സൈഡ് ഭാഗത്തൂടെയൊക്കെ മസാല കയറി നല്ല ഒരു രുചി ഉണ്ടാകും. വെന്ത് വരുമ്പോൾ നല്ലൊരു രുചിയാണ്. അടിവശം ഒന്ന് മുരിഞ്ഞതിന് ശേഷം നമ്മൾക്കൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ ഇത് നമുക്ക് തിരിച്ച് മറിച്ചിട്ട് കൊടുക്കുക. നമുക്ക് കൂടുതൽ സമയമൊന്നും വേണ്ട, ഒരു 3 മിനിറ്റോളം മതിയാവും. ഇതൊന്ന് നല്ലപോലെ ഒന്ന് മുരിഞ്ഞ് കിട്ടും. ഇപ്പോൾ ഇതാ നമ്മളെ വെണ്ടയൊക്കെ ശരിക്കും ഒന്ന് നല്ലപോലെ ഒന്ന് മുരിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഞാനത് കോരി മാറ്റുകയാണ്. അപ്പോൾ ഇതേപോലെ വെണ്ട പൊരിക്കാത്തവർ എന്തായാലും ഒന്ന് പൊരിച്ച് നോക്കുക. കുട്ടികൾക്ക് ലഞ്ച് ബോക്സിൽ കൊടുക്കാനും എല്ലാം നല്ല സൂപ്പറായിരിക്കും. ഇനി വെണ്ട കഴിക്കാത്തവർക്ക് നന്നായി കഴിച്ചോളും. കണ്ടില്ല, നന്നായിട്ട് കോട്ടിങ് പിടിച്ച് കിട്ടിയിട്ടുണ്ട്. രണ്ടാമതും ഞാൻ അതേപോലെ പൊരിച്ചെടുത്തു. അപ്പോൾ നമ്മൾ നേരത്തെ എടുത്ത പകുതി മാത്രം മസാല കൂട്ടിയിട്ടുള്ളൂ. ബാക്കി പകുതി കൂടി ഞാൻ അതേ രീതിക്ക് തന്നെ മസാല കൂട്ടിയിട്ട് അതുകൂടി ഇതാ പൊരിച്ചെടുക്കുകയാണ്. അപ്പോൾ എല്ലാം അതേപോലെ പൊരിച്ചെടുത്തിട്ടുണ്ട്. അടിപൊളിയായില്ലേ, നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റും. ഇപ്പോൾ അതിലേക്ക് കുറച്ച് കറിവേപ്പിലയും ഒരു 4 അല്ലി വെള്ളുള്ളിയും ചതച്ചതും കൂടി പൊരിച്ചതിൽ നല്ല ഭംഗിക്കായി ഇട്ട് കൊടുത്തു. അപ്പോൾ എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ സൂപ്പർ വെണ്ട ഫ്രൈ ഇതാ നല്ല കണ്ടില്ലേ, കോട്ടിങ്ങൊക്കെ നല്ല ശരിക്കും ഇതാ പിടിച്ചിട്ട് നല്ല കറുമുറയെന്ന് കഴിക്കാൻ പറ്റും. വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക് യു.